നമസ്കാരം. ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം പ്രമേഹ രോഗവും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും. പക്ഷേ ഈ പ്രമേഹ രോഗം വരുന്നതിന് മുമ്പേ നമുക്കത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പ്രമേഹ രോഗം വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ വർഷങ്ങൾ മുമ്പേ തന്നെ ശരീരം അത് പ്രീ ഡയബറ്റിസ് എന്നുള്ള രീതിയിൽ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. അത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100നും 120നും ഇടയിലും, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗർ 140ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 200ൻ്റെ താഴെയും നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 3 മാസത്തെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോക്കുമ്പോൾ അത് 6.5 HbA1c 6.5ൻ്റെ മുകളിൽ 6.5ൻ്റെയും 5.7ൻ്റെയും ഇടയിൽ നിൽക്കുകയാണെങ്കിൽ ഇത് പ്രീ ഡയബറ്റീസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ പ്രമേഹം വന്നിട്ടില്ല, പക്ഷേ പ്രമേഹം വരാൻ പോകുന്നു. ഇതിന് ഏറ്റവും നല്ല പരിശോധന HbA1c ആണ്. HbA1c 5.7ൻ്റെ താഴെയാണ് ശരിക്കും നോർമലായിട്ട് നിൽക്കേണ്ടത്. 5.7ൻ്റെ ഇടയിലും 6.5 വരെയുള്ള ആ ഒരു ഘട്ടത്തിൽ HbA1c നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ നമുക്ക് പ്രമേഹ രോഗം വരാൻ പോകുന്നു എന്നുള്ള ഒരു സ്റ്റേജാണത്. ഇത് അത്രയൊരു നമ്മൾ അവഗണിക്കേണ്ട ഒരു സ്റ്റേജല്ല. കാരണം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിച്ച് കൃത്യമായുള്ള ചികിത്സകൾ നടത്തിയാൽ നമുക്ക് പ്രമേഹ രോഗം വരാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ വേണ്ട 3 കാര്യങ്ങളെ ഞാൻ ഉദ്ധരിച്ച് പറയാം. ഒന്ന്, നമ്മുടെ ഡയറ്റിൻ്റെ അകത്ത് പ്രോസസ്ഡ് ഫുഡ് സ്റ്റഫ്സ്, അതുപോലെ തന്നെ നൂഡിൽസ്, പാസ്റ്റ, അതുപോലെയുള്ള കംപ്രസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ പ്രോസസ്ഡ് മീറ്റ്സ്, ഹൈ ഫാറ്റ് കണ്ടൻറ്റുള്ള സാധനങ്ങൾ, ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. 2, നമ്മുടെ വ്യായാമക്രമത്തിൻ്റെ അകത്ത് നമ്മൾ എല്ലാവരും ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ പോലും ഒരു 150 മിനിറ്റ് ഒരു ആഴ്ചയിൽ, എന്ന് വെച്ചാൽ ഏകദേശം ഒരു അരമണിക്കൂർ ഒരു ദിവസം നല്ല രീതിയിലുള്ള എയറോബിക് എക്സസൈസസ്, വാക്കിംഗ് ആവാം, സ്കിപ്പിംഗ് ആവാം, ജോഗിങ് ആവാം, ട്രെഡ്മിൽ ആവാം, ക്രോസ് ട്രെയിനർ ആവാം, അങ്ങനെ എന്തെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുക. 3, നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുക. പലർക്കും സ്ട്രെസ്സ് കാരണം അല്ലെങ്കിൽ ജോബിലെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ പലപ്പോഴും കൃത്യസമയങ്ങളിൽ ഉറങ്ങാറില്ല. ഒരു ക്രമമില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ലീഡ് ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പ്രമേഹ രോഗം വരാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണത്തിലൊന്ന്. അപ്പോൾ കൃത്യമായിട്ട് 8 മണിക്കൂർ കൃത്യമായിട്ടുള്ളൊരു ഉറക്കം ശീലം നമ്മൾ ക്രമീകരിക്കണം. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മൾ എയിം ചെയ്യേണ്ടത് നമ്മുടെ വെയിറ്റ് ഒരു 7%. നമ്മുടെ വെയിറ്റ് ഇപ്പോൾ ഒരു പ്രീ ഡയബറ്റിസ് സ്റ്റേജുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോഴത്തെ വെയിറ്റ് എന്താണോ അതിൻ്റെ ഒരു 7% കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ 7% കുറയ്ക്കുന്നതിലൂടെ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഏകദേശം 50%എങ്കിലും കുറയ്ക്കാൻ പറ്റും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർക്കുക, കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, അതിനകത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഹൈ കാർബോഹൈഡ്രേറ്റ് രീതിയിലുള്ള ഡയറ്റ്, കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ടുള്ള ഉറക്കശീലം, അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് നമ്മൾ ഇപ്പോൾ എന്താണോ അതിൽ നിന്നൊരു 5% മുതൽ 7% വരെ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ആക്ച്വലി ഡയബറ്റീസിനേക്കാളും കൂടുതൽ ആൾക്കാർ പ്രീ ഡയബറ്റിസ് സ്റ്റേജിലാണ്. കാരണം ഇനി അങ്ങോട്ട് ഡയബറ്റീസ് വരാനായിട്ടുള്ള സാധ്യത കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ഒരു വളരെ ലളിതമായുള്ള രീതിയിൽ തന്നെയുള്ള ജീവിതശൈലി മാറ്റങ്ങളിലൂടെ നമുക്ക് പ്രീ ഡയബറ്റിസ് പ്രമേഹ രോഗമായി മാറി അതിൻ്റെ സങ്കീർണതകളിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റും. നന്ദി, നമസ്കാരം.